In the last video, we have discussed the introductory part, that is the theory part of bivariate probability distribution. We have explained what is a bivariate distribution and also its joint PDF, PMF, its properties, and also marginal distribution, what is the condition for independence of two random variables. Everything we have discussed in the last video. So today we can discuss some problems related to the theory we have discussed in the last video. So first problem, two random variables x and y have joint PDF f of xy is equal to k x square plus y square. X lies between 0 and 2 and y lies between 1 and 4. Okay, find k. സോ നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് തരും, അതിലൊരു അൺനോൺ കോൺസ്റ്റൻ്റ് ഉണ്ടാവും. അത് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്തത്. സോ ഇവിടെ ജോയിൻറ്റ് PDF ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. എക്സ് ഇങ്ങനെ ഇൻ്റർവെല്ലിൽ എക്സും വൈയും ഇൻ്റർവെല്ലിൽ തന്നതുകൊണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ് എക്സും വൈയും. സോ ജോയിൻറ്റ് PDF ആണ് തന്നിട്ടുള്ളത്. സോ PDF നോക്കുമ്പം അതിൽ എക്സിൻ്റെയും വൈൻ്റെയും ടേംസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ്, അൺനോൺ കോൺസ്റ്റൻറ്റ് കെന് കാണുന്നുണ്ട്, അത് ഫൈൻഡ് ചെയ്യാനാണ്. സോ നമ്മൾ എഗെയിൻ സെയിം കണ്ടീഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. Okay, so we have to find k. So integral x, integral y, f of xy dx dy is equal to 1. So x in the range നോക്കുക 0 to 2 ആണ്, 0 to 2. y in the range 1 to 4. Then f of xy dx dy. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഇൻ്റഗ്രൽ വരുമ്പം ഒന്നുകിൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ എടുക്കരുത്, എക്സിൻ്റെ റേഞ്ച് നോക്കണം. എക്സിൻ്റെ റേഞ്ച് 0 to 2 ആണ്. So 0 to 2 f of xy dx. ഓക്കെ, അപ്പോൾ അതിനെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പം ലിമിറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. എക്സിൻ്റെ റേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 0 to 2 ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പം ആ സെയിം ലിമിറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, ഈ ലിമിറ്റ് മാറിപ്പോവരുത്. ഓക്കെ, സോ ആദ്യം നമ്മൾ എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അവിടെ x³ 3 y² x എന്ന് കിട്ടും. ഓക്കെ, 0 to 2 അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 8/3 + 2y² എന്ന് കിട്ടി. ഇനി അതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അൺനോൺ കോൺസ്റ്റൻ്റ് ആണ് കെ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഔട്ട് സൈഡ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ 8/3 + 2y² വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ 8/3y + 2y³ 3. Okay, after that you apply the limit. So k into 150/3 എന്ന് കിട്ടും. K is equal to 3/150, that is equal to 1/50. Okay. Next question, joint PDF is given, that is f of xy is equal to 24x into 1 minus y. Okay. സോ എക്സിൻ്റെ വൈൻ്റെ റേഞ്ച് ഒരുമിച്ചാണ് തന്നിട്ടുള്ളത്, 0 less than x less than y less than 1. Find the marginal PDF of x and y. ഓക്കെ, സോ നമുക്കിവിടെ മാർജിനൽ PDF ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്, ദാറ്റ് ഇസ് f1x-ഉം f2 of y-യും. ഓക്കെ, അപ്പോൾ ആ കേസിൽ നിങ്ങൾ എക്സിൻ്റെ റേഞ്ച് എടുക്കുമ്പം എക്സിൻ്റെ റേഞ്ച് 0 to y-യും വൈൻ്റെ റേഞ്ച് x to 1-ഉം എടുക്കാം. ഓക്കെ, മാർജിനൽ PDF ഫൈൻഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ റേഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 0 to y, വൈൻ്റെ റേഞ്ച് x to 1. ഓക്കെ, ഇനി സപ്പോസ് ഈ ജോയിൻറ്റ് PDF-ൽ ഈ 24 തന്നിട്ടില്ല, കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നിട്ടില്ല. സപ്പോസ് അത് k ആണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അൺനോൺ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അൺനോൺ കോൺസ്റ്റൻറ്റിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിൽ എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് എടുക്കാൻ 2 ഓപ്ഷനാണ് ഉള്ളത്. സപ്പോസ് എക്സിൻ്റെ റേഞ്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള 0 to y ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈൻ്റെ റേഞ്ച് എന്തെടുക്കണം? 0 to 1 എടുക്കണം. ഓക്കെ, ഇനി അതല്ല വൈൻ്റെ റേഞ്ച് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള എക്സിൻ്റെയും 1-ൻ്റെയും ആണ് റേഞ്ച് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ച് എന്തെടുക്കണം? 0 to 1 എടുക്കണം. ഓക്കെ, അതായത്
അൺനോൺ കോൺസ്റ്റൻറ്റിനെയൊക്കെ ഫൈൻഡ് ചെയ്യാനുള്ള അങ്ങനത്തെ ടൈപ്പ് ജോയിൻറ്റ് PDF യൂസ് ചെയ്യുന്ന ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് എടുക്കുമ്പം സപ്പോസ് എക്സിൻ്റെ റേഞ്ച് 0 to y എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് നമ്പേഴ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈൻ്റെ റേഞ്ച് 0 to 1 എടുക്കണം. അതുപോലെ വൈൻ്റെ റേഞ്ച് എന്താ പറയുക സെക്കൻഡ് വേ എന്ന് പറയുന്നത് വൈൻ്റെ റേഞ്ച് x to 1 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ച് 0 to 1 എടുക്കുക. ഓക്കെ, ഈ രണ്ട് വേസിലും നിങ്ങൾക്ക് അതിൻ്റെ റേഞ്ച് എടുക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മാർജിനൽ PDF ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ നമുക്ക് എക്സിൻ്റെ റേഞ്ച് 0 to y-യും വൈൻ്റെ റേഞ്ച് x to 1-ഉം എടുത്താൽ മതി മാർജിനൽ PDF ഫൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ. സോ f1x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ വൈൻ്റെ റേഞ്ച് എത്രയാണ്? x to 1 f of xy dy. ഓക്കെ, അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദി ആൻസർ. ആൻഡ് f2y ഫൈൻഡ് ചെയ്യുമ്പം y വിത്ത് റെസ്പെക്ട് ടു x ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. f2y ഫൈൻഡ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുമ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 to y. ഓക്കെ, സോ 0 to y f of xy dx. ഓക്കെ, ബൈ സോൾവിങ് സിമ്പിൾ ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി ആൻസർ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ മാർജിനൽ PDF ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ ഇങ്ങനെ ഒരുമിച്ച് ലിമിറ്റ് തരുവാണെങ്കിൽ എക്സിൻ്റെ മാർജിനൽ PDF ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ എക്സിൻ്റെ റേഞ്ച് 0 to y-യും വൈൻ്റെ റേഞ്ച് x to 1-ഉം എടുക്കുക. ഓക്കെ, ഇനി അതല്ല ഇതിൽ അൺനോൺ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ y f of xy dx dy എന്നാണ് വരിക. ആ ടൈമിൽ എക്സിൻ്റെ റേഞ്ച് 0 to y ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വൈൻ്റെ റേഞ്ച് 0 to 1 എടുക്കുക. ഇനി അതല്ല വൈൻ്റെ റേഞ്ച് നിങ്ങൾ x to 1 ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ റേഞ്ച് 0 to 1 എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതും കണ്ടിന്യൂസിൻ്റെ കേസിലാണ്. നെക്സ്റ്റ് ഒരു ഡിസ്ക്രീറ്റ് കേസ്. ഓക്കെ, ജോയിൻറ്റ് PMF തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് കൗണ്ടബിൾ വാല്യൂസ് ആണ്. സോ നമുക്കിതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ആർ ദ വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ്? സോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യാറ്? f1x ഫൈൻഡ് ചെയ്യും, f2y ഫൈൻഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പം ഈക്വൽ ടു f of xy ആണോ കിട്ടുന്നത്? അങ്ങനെ കിട്ടുകയാണെങ്കിൽ x and y ആർ ഇൻഡിപെൻഡൻറ്റ്, അതർവൈസ് ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, സോ f1x എന്ന് പറയുമ്പം സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. ഓക്കെ, അപ്പോൾ വൈൻ്റെ വാല്യൂസ് ഏതൊക്കെ വരുന്നുണ്ട്? y1 2 1 2. ഓക്കെ, y സോ 1 to 2 നമ്മൾ സമ്മ് ചെയ്താൽ മതി. 1 to 2 f of xy. അപ്പോൾ ഇതിൽ y വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ സമ്മ് ചെയ്യുന്നത്. സോ ഈ എക്സ്പ്രഷനിൽ yക്കാണ് 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ x + 2 × 1/18 പ്ലസ് x + 2 × 2 ദാറ്റ് ഇസ് 4/18. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് f2y ഫൈൻഡ് ചെയ്യണം. സോ സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആണ്. സോ എക്സിൻ്റെ വാല്യൂസ് നോക്കുക, 1 1 2 2. ഓക്കെ, അപ്പോൾ അതും 1 to 2 ആണ് വരുന്നത്, x + 2y. സോ സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് 1 + 2y/18 പ്ലസ് 2 + 2y/18. ഓക്കെ, ഇനി ഈ f1xൻ്റെ f2yൻ്റെയും പ്രോഡക്റ്റ് നോക്കുക. സോ അത് നോട്ട് ഈക്വൽ ടു എന്നാണ് കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് മീൻസ് x and y ആർ ഡിപ്പെൻഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജോയിൻറ്റ് PDF is given and എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 1/2, 1/2 ലെസ് ദാൻ y ലെസ് ദാൻ 1. ജോയിൻറ്റ് PDF തന്നിട്ടുണ്ട്, f of xy ഈക്വൽ ടു x + y. ഓക്കെ, സോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് xy. സോ എക്സിൻ്റെയും വൈൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും. അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 1/2. സോ എക്സിൻ്റെ റേഞ്ച് 0 to 1/2, വൈൻ്റെ റേഞ്ച് 1/2 to 1 f of xy dx dy. സോ f of xy നമുക്ക് തന്നിട്ടുണ്ട്, x + y ആണ്, dx dy. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ വൈ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഇവിടെ ചെയ്തിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഓക്കെ, 1/2 to 1 x + y dy.
ഓക്കെ, ഡി എക്സിന് അപ്പോൾ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പം എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു അപ്ലൈ ദ ലിമിറ്റ് 1/2 to 1. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു എക്സ്പ്രഷനാണ്, x/2 + 3/8. ഇനി അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. ഓക്കെ, സോ x/2 എന്ന് പറയുമ്പം x²/4 എന്ന് വരും, 3/2x. ഓക്കെ, ദെൻ അഗെയിൻ 0 to 1/2 എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രോബബിലിറ്റി ഓഫ് XY ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വൈൻ്റെ ഒക്കെ റേഞ്ച് തന്നിട്ടുണ്ട്. So you integrate the joint PDF with respect to x and y. Next question, joint PDF is given. Probability of 0 less than y less than 1/2 given x equal to 2 9/20 ആണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ പ്രോബബിലിറ്റി ഓഫ് XY ചെയ്തു. നേരത്തെ ഇതിൻ്റെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് XY ആയിരുന്നു ചെയ്തത്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും നമ്മൾ ജോയിൻറ്റ് PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് കണ്ടീഷണൽ PDF ആണ്, പ്രോബബിലിറ്റി ഓഫ് Y ഗിവൺ x ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ളത് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് Y ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to 1/2, വൈൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്, 0 to 1/2 എഫ് ഓഫ് y ഗിവൺ എക്സ് ആണ് അല്ലേ. നേരത്തെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എക്സ് വൈ ആയിരുന്നു. സോ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് ബൈ ഡി വൈ ചെയ്തു. സോ ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് y ഗിവൺ എക്സ് ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമാണ്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ലിമിറ്റ് എടുത്തു, എഫ് ഓഫ് y ഗിവൺ എക്സ് ആണ്, y ഗിവൺ എക്സ് ഡി വൈ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ മാത്രം നോക്കുക, കണ്ടീഷണൽ PDF. എഫ് ഓഫ് y ഗിവൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എഫ് ഓഫ് XY ഡിവൈഡഡ് ബൈ F1 ഓഫ് എക്സ് ആണ്. നമ്മൾ കണ്ടീഷണൽ PDF കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഓഫ് XY ഡിവൈഡഡ് ബൈ F1 ഓഫ് എക്സ് എന്നാണ് ഇതിൻ്റെ y ഗിവൺ എക്സിൻ്റെ ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 2 എന്ന് തന്നുകൊണ്ട് എഫ് ഓഫ് XYയിൽ എഫ് ഓഫ് x ഈക്വൽ ടു 2y, ദെൻ F1 ഓഫ് x ഈക്വൽ ടു 2. സോ നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ ഫൈൻഡ് ചെയ്യാം. F1 ഓഫ് x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആണ്, ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y എഫ് ഓഫ് XY ആണ്. ഓക്കെ, ഈ F1x ഫൈൻഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന എക്സ്പ്രഷനിൽ x ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഡിനോമിനേറ്റർ ഫൈൻഡ് ചെയ്യാൻ. സോ F1x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ y എഫ് ഓഫ് XY dy. സോ എഫ് ഓഫ് XY നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 4/5 x + y / x³. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു y ഫൈൻഡ് ചെയ്യുമ്പം എക്സിൻ്റെ ടേംസ് ഒക്കെ കോൺസ്റ്റൻസ് ആണ്. സോ 4/5 x³ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി വരുന്നത് ഇൻ്റഗ്രൽ x + y dy. ഓക്കെ, സോ എക്സിന് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പം എക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ dy മീൻസ് y. സോ XY പ്ലസ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y²/2 എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ നമുക്ക് F1 ഓഫ് x എന്ന് പറയുന്നത് 2/5 2x + 1 / x³ എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഡിനോമിനേറ്റർ എന്താണ്, F1 ഓഫ് x ഈക്വൽ ടു 2 ആണ്. സോ എക്സിന് 2 കൊടുക്കുക. സോ 2/5 എക്സിന് 2 കൊടുക്കുമ്പം 4 + 1/8. ഓക്കെ, 2³ എന്ന് പറഞ്ഞാൽ 8. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. സോ ഡിനോമിനേറ്റർ നമുക്ക് 1/4 കിട്ടി. ഇനി നമുക്ക് എഗെയിൻ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളതിലോട്ട് പോവാം. നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ കിട്ടി, അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 4/5 2 + 5. സോ ഇവിടെ നമ്മൾ പറഞ്ഞു x ഈക്വൽ ടു 2 ആണെന്ന്, എഫ് ഓഫ് XYയിൽ x ഈക്വൽ ടു 2 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് XYയിൽ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 4/5 2 + y/8. ഓക്കെ, 4/5 x + y/x³ ആണ് നമ്മൾ എഫ് ഓഫ് XY. സോ അതിൽ x ഈക്വൽ ടു 2 കൊടുക്കുമ്പം x + y എന്നല്ലേ. സോ 2 + y/2³ എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് F1 of x ഈക്വൽ ടു 2 എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. സോ ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ 4 × 4 ദാറ്റ് ഇസ് 16/5 × 8 40. അത് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ 2 + y dy. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ 2y എന്ന് കിട്ടും ഈ 2വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം. ദെൻ y²/2 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 9/20 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ hence we have proved.
Next problem, conditional PDF f of x given y is given, that is equal to c1x by y square. So അതിൽ നിങ്ങൾക്ക് ഒരു അൺനോൺ കോൺസ്റ്റൻറ്റ് c1നെ കാണാം. ഓക്കെ, സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1, എക്സിൻ്റെ അതിൻ്റെ റേഞ്ച് ഒരുമിച്ചാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ മാർജിനൽ PDF f2 ഓഫ് y is given, that is equal to c2 y raised to 4. സോ അവിടെയും ഒരു അൺനോൺ കോൺസ്റ്റൻറ്റ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ ഇസ് ടു ഫൈൻഡ് c1 ആൻഡ് c2 ആൻഡ് ഓൾസോ ടു ഗെറ്റ് ജോയിൻറ്റ് PDF. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? കണ്ടീഷണൽ PDF എഫ് ഓഫ് എക്സ് ഗിവൺ വൈ. സോ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഓഫ് എക്സ് ആണ്, ഗിവൺ ദി കണ്ടീഷൻ ദാറ്റ് വൈ, ഓക്കെ, വൈ ഈക്വൽ ടു സ്മോൾ വൈ എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ, എഫ് ഓഫ് എക്സ് എന്താണ്, അതാണ് ആക്ച്വലി കണ്ടീഷണൽ PDF കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതും എന്താണ്? ഒരു PDF തന്നെയാണ്, എഫ് ഓഫ് എക്സ് തന്നെയാണ്. സോ ഇൻറ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 1 നമുക്ക് ഇവിടെയും നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇൻറ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ എക്സിൻ്റെ റേഞ്ച് നോക്കുക, എക്സിൻ്റെ റേഞ്ച് 0 to y ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ 0 to y എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ദാറ്റ് ഇസ് c1x by y square dx is equal to 1. സോ ഇതിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് എക്സ് ഇല്ലാത്ത ടേംസിനെയൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് c1 y ഡിവൈഡഡ് ബൈ y സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ്. ഇൻറ്റഗ്രൽ 0 to y എക്സ് ഡി എക്സ്. സോ എക്സിന് ചെയ്യുമ്പം x²/2 കിട്ടും. അതിൻ്റെ ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, c1 y square ഇൻറ്റു y²/2. സോ y square and y square will get cancelled. c1/2 equal to 1. That means c1 is equal to 2 എന്ന് കിട്ടി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് f2 ഓഫ് y തന്നിട്ടുണ്ട് അല്ലേ, മാർജിനൽ PDF ഓഫ് y. സോ ഇൻറ്റഗ്രൽ y f2 ഓഫ് y dy ഈക്വൽ ടു 1. നമ്മുടെ ഈ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെയും അപ്ലൈ ചെയ്യാം. സോ നമ്മൾ നോക്കുക, ഇങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും റേഞ്ച് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി എക്സിൻ്റെ റേഞ്ച് 0 to y എടുത്ത്, അതായത് എക്സിൻ്റെ തൊട്ടടുത്തുള്ള 0 to y എടുത്തു. അപ്പോൾ വൈൻ്റെ റേഞ്ച് നമ്മൾ എന്തെടുക്കണം? 0 to 1 എന്നുള്ളത് എടുക്കണം. ഓക്കെ, സോ ഇൻറ്റഗ്രൽ 0 to 1 f2 ഓഫ് y dy ഈക്വൽ ടു 1. സോ നമ്മൾ മാർജിനൽ PDF ഫൈൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടിൻ്റെയും ഇൻ്റർവൽ കൺസിഡർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, സോ എക്സിൻ്റെത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ളത് കൊടുത്തതുകൊണ്ട് വൈൻ്റെ റേഞ്ച് 0 to 1 f2 ഓഫ് y dy ഈക്വൽ ടു 1. So constant we take outside, then y raised to 4 with respect to y integrate ചെയ്യുമ്പോൾ y raised to 5 by 5, and after that apply the limit c2 by 5 equal to 1 where c2 equal to 5 എന്ന് കിട്ടി. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ c1 c2 ഫൈൻഡ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അതുപോലെ ഇനി ജോയിൻറ്റ് PDF ഫൈൻഡ് ചെയ്യണം. ജോയിൻറ്റ് PDF നമുക്ക് കണ്ടീഷണൽ PDFും തന്നിട്ടുണ്ട്, f2 ഓഫ് വൈയും തന്നിട്ടുണ്ട്. സോ ആ ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മൾ എടുത്തൊരു റിസൾട്ട് ഉണ്ട്. എന്താണ്? എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വൈ. സോ നമുക്ക് ജോയിൻറ്റ് PDF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഇൻറ്റു f2 ഓഫ് വൈ. ഓക്കെ, സോ f2 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് c2 y raised to 4. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഓൾസോ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ c1x by y square. സോ ഇതിൽ y raised to 4 and y square ക്യാൻസലായി c1 c2 x y square എന്ന് കിട്ടും. സോ c1 into c2 2 into 5 that is 10x y square. സോ ജോയിൻറ്റ് PDF ഫൈൻഡ് ചെയ്യാനായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ. അത് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എക്സിൻ്റെയും വൈൻ്റെയും കൂടെ റേഞ്ചും കൂടെ എഴുതിയാലേ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ദി ആൻസർ. We can move on to next question, that is joint PDF is given 1 by 72 2x plus 3y. X equal to 0 1 2 y equal to 1 2 3. അപ്പോൾ ഇത് എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ് എക്സും വൈയും. സോ ജോയിൻറ്റ് PDF എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ജോയിൻറ്റ് PMF ആണ്. ഓക്കെ, സോ അത് വെച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. ഇസ് ദ ജോയിൻറ്റ് PDF ഓഫ് എക്സ് വൈ. ഫൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. എക്സിൻ്റെ വൈൻ്റെ തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് പ്ലസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യണം. സോ എക്സ് പ്ലസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് അതിൻ്റെ PMFകൾ അതൊരു ടേബിൾ ഫോമിൽ എഴുതിയാൽ മതി. ഓക്കെ,
Next, find the conditional distribution of x given x plus y equal to 3. So, conditional distribution find the second question. And third question is to examine whether x and y are independent. Okay, first question നോക്കാം x plus y ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ആദ്യം തന്നെ x plus y ക്ക് ഏതൊക്കെ വാല്യൂസ് x plus y ഇപ്പോൾ 0 plus 1 1 വരാം 2 വരാം 3 വരാം then 4 വരാം again 2 plus 3 5. സോ എക്സ് പ്ലസ് വൈനെ നമ്മൾ സെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സെഡിന് ഏതൊക്കെ വാല്യൂസ് അക്വയർ ചെയ്യാൻ പറ്റും 1 2 3 4 5 ഇത്രയും വാല്യൂസ് അസ്യൂം ചെയ്യാൻ പറ്റും. ഇനി എക്സ് സെഡിൻ്റെ വാല്യൂസ് എക്സ് പ്ലസ് വൈ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി എഫ് ഓഫ് സെഡ് ഓരോ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എഫ് ഓഫ് 4 എഫ് ഓഫ് 5 ഫൈൻഡ് ചെയ്ത് അതിനെ ടേബിളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. സോ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് z equal to 1 അല്ലേ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 കിട്ടുന്ന കേസ്. സോ എക്സ് പ്ലസ് വൈ 1 കിട്ടുന്ന കേസ് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0ഉം വൈ ഈക്വൽ ടു 1 ആവുന്ന കേസ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ പി എം എഫിൽ എന്ത് ചെയ്യുക എക്സിൻ്റെ പ്ലേസിൽ 0യും വൈൻ്റെ പ്ലേസിൽ 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3/72. ഇനി ഇതുപോലെ എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എഫ് ഓഫ് 4 ആൻഡ് എഫ് ഓഫ് 5 ഫൈൻഡ് ചെയ്യണം. സോ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. ഓക്കെ, സോ എക്സ് 0 2 ആവുന്നതും എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 2 ആകുമ്പം സമ്മ് 2 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 ആകുമ്പോഴും സമ്മ് 2 ആണ്. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യുക. അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എഫ് ഓഫ് 2. അതുപോലെ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 കേസസ് എക്സ് 0 വൈ ഈക്വൽ ടു 3 ആവുന്ന കേസ്, എക്സ് 1 വൈ 2 ആവുന്ന കേസ് ആൻഡ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 1 ആവുന്ന കേസ്. ഓക്കെ, സോ എക്സിൻ്റെ വൈൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എഫ് ഓഫ് 3. ഇനി എഫ് ഓഫ് 4 വരുന്ന 2 കേസ് എക്സ് 1 ആൻഡ് വൈ ഈക്വൽ ടു 3, അതുപോലെ എക്സ് 2 വൈ ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫൈൻഡ് ചെയ്യുക. എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഒരു കേസ്, അതായത് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 3, ഇപ്പം മാത്രമേ സമ്മ് 5 ആവുന്ന ഒരു കേസ് ഉള്ളൂ. സോ 2 ഇൻറ്റു 2x പ്ലസ് 3y ആണ്. 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3/72 ദാറ്റ് ഇസ് 13/72. സോ സെഡിൻ്റെ വാല്യൂസ് 1 2 3 4 5 എന്ന് കിട്ടി. അതിൻ്റെ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എഫ് ഓഫ് 4 എഫ് ഓഫ് 5 ഇതിനെ ടേബിളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ഫൈൻഡ് ഔട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. സോ ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിൻ്റെ സമ്മ് നോക്കുക, ഈക്വൽ ടു 1 ആണോ എന്ന് നോക്കുക. അതുപോലെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റീസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, so first sub question we have find out. In the second and the third one find cheyanam. Second one, conditional distribution of x given x plus y equal to 3. Okay, so f of x given x plus y equal to 3 എന്ന് പറഞ്ഞാൽ f of xy divided by f of x plus y equal to 3. Okay, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് x equal to x plus y equal to 3, y-ൻ്റെ പ്ലേസിൽ x plus y ആണ്. സോ x plus y equal to 3 divided by probability of x plus y equal to 3. സോ ഇതിനെ probability of xy എന്നുള്ള ഫോമിൽ കിട്ടണം. ഓക്കെ, സോ എക്സ് അങ്ങനെ തന്നെയാണ്, y ഈക്വൽ ടു എന്ന് പറയുന്നത് കിട്ടണം. സോ y ഈക്വൽ ടു 3 മൈനസ് എക്സ്. ഓക്കെ, സോ അതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് 3 മൈനസ് എക്സ്. സോ 2x plus 3y/72 ആണ് നമ്മുടെ ജോയിൻറ്റ് പി ഡി എഫ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സും വൈ ഈക്വൽ ടു 3 മൈനസ് എക്സും ആണെങ്കിൽ 2 ഇൻറ്റു 2x പ്ലസ് 3y, വൈൻ്റെ പ്ലേസിൽ 3 മൈനസ് x/72 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/72 ഇൻറ്റു 9 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, സോ ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. ഇനി ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഈക്വൽ ടു 3 നമ്മൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 24/72 എന്ന് കിട്ടി. ഓക്കെ, സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദി ആൻസർ ഓഫ് എഫ് ഓഫ് എക്സ് ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് x/24. അതിൻ്റെ കൂടെ എക്സിൻ്റെ റേഞ്ചും കൂടെ എഴുതണം കേട്ടോ. എഫ് ഓഫ് എക്സ് ഗിവൺ അല്ലേ, സോ എക്സിൻ്റെ മാത്രം വാല്യൂസ് എഴുതിയാൽ മതി അതിൻ്റെ കൂടെ. Third sub question is to check whether x and y are independent. So f1x find ചെയ്യുക, f2y find ചെയ്യുക. അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് ജോയിൻറ്റ് പി ഡി എഫ് എഫ് ഓഫ് എക്സ് വൈനോട് ഈക്വൽ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. സോ f1x ഫൈൻഡ് ചെയ്യുമ്പം സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. വൈൻ്റെ വാല്യൂസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 to 3 ആണ്. സോ 2x plus 3y/72 വൈക്ക് 1 2 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യാം. സോ 2x plus
3 into 1, 3 by 72. 2x plus 3 into 2, that is 6 by 72. 2x plus 3 into 3, that is 2x plus 9 by 72. Okay, so അത് എക്സ് പ്ലസ് 3 by 12 എന്ന് കിട്ടും. സോ ഞാൻ പറഞ്ഞു f1 of x ഫൈൻഡ് ചെയ്യുമ്പം അതിന് കൂടെ എക്സിൻ്റെ വാല്യൂസും കൂടെ എഴുതണം. f2y ഫൈൻഡ് ചെയ്യുമ്പം സമ്മേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു 0 to 2 ആണ്. So 2 into 0, 0 plus 3y by 72. 2 into 1, that is 2 plus 3y by 72. 2 into 2, that is 4 plus 3y by 72. That is 3y plus 2 by 24 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ വൈൻ്റെ റേഞ്ചും എഴുതാം. സോ f1x ആൻഡ് f2y ഫൈൻഡ് ചെയ്തു. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുക. പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്ന് പറഞ്ഞൊരു ടേമും കൂടി വരും. പക്ഷേ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈയിൽ അങ്ങനെ എക്സും വൈയും കൂടെ ഉള്ള ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ചെയ്ത് നോക്കാം, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് f1x into f2y is not equal to f of xy. So x and y are not independent, that is they are dependent. Okay.